ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് പച്ചരി, ഗോതമ്പ് പൊടി, ഏലക്ക, തേങ്ങ ചെറുതായിട്ട് നുറുക്കിയത്, ശർക്കര, പിന്നെ ഇത് കൂടാതെ തന്നെ ഞാൻ ഒരു 3-4 പാളയംകോടൻ പഴം കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് നമ്മുടെ പച്ചരി ഒന്ന് 2 മണിക്കൂർ നേരം വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കാം. കുതിർത്തെടുക്കാനായിട്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അലിയിച്ചെടുക്കാം, പാനിയാക്കിയെടുക്കാം. നമ്മുടെ ശർക്കര പാനിയായിട്ടുണ്ട്. ഇത് ഒന്ന് മാറ്റി വെച്ചിട്ട് ചൂടാറുമ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചരി റെഡി ആയിട്ടുണ്ട്. പച്ചരി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. നമ്മുടെ പച്ചരി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്ത് ശർക്കര കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്നുകൂടി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. കട്ടയൊന്നുമില്ലാതെ നമ്മൾ ശർക്കര കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ദോശമാവിൻ്റെ പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ, എന്നാലും നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ട് വരുള്ളൂ. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണം മാവ്, എന്നാലും നമുക്ക് കൃത്യമായിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊരു 1 മണിക്കൂർ നേരം കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊരു ഫ്രൈ പാനിലേക്കിട്ട് കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ആ മാവിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമുക്കിത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് മാവ് കോരി ഒഴിച്ച് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ അതെടുത്ത് നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ പുരട്ടി റെഡിയാക്കി എടുത്തില്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ എല്ലാവരും ഉണ്ണിയപ്പ പാത്രം എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ പുരട്ടി വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം ഈ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. നമ്മുടെ സ്മൂത്തായിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും നന്ദി.